അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച. കർഷകരെ ചേർത്ത് നിർത്തുന്ന കർഷക ബന്ധുവാണ് UDF സർക്കാരെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബറിന്റെ വില 300 രൂപയാക്കും. വന്യജീവി ആക്രമണം തടയാൻ നടപടിയുണ്ടാകും. നെൽ കർഷകർക്ക് നൽകാനുള്ള പണം നൽകും. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തുറന്ന് പ്രവർത്തിക്കാൻ നടപടികളുണ്ടാകും. രണ്ടാം ഭൂപരിഷ്കരണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഫണ്ടിൽ നിന്ന് ജെറ്റ് വിമാനവും അഗസ്റ്റ VIP ഹെലികോപ്റ്ററും വാടകയ്ക്കെടുക്കാൻ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വിമാന കമ്പനിക്ക് 187 കോടി രൂപ നൽകിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. RSS പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ നടപടി വൈസ് ചാൻസലർ പദവിക്ക് നിരക്കാത്തതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ. വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുത്ത് പ്രത്യയശാസ്ത്ര ധ്രുവീകരണം നടത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നടൻ ദേവൻ. ജനങ്ങളിൽ നിന്ന് തനിക്കുള്ള പിന്തുണ ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. BJP സംസ്ഥാന പ്രസിഡന്റുമായി ഇതുവരെ സംസാരിക്കാനായിട്ടില്ല. പഴയ പാർട്ടി പുനരുജ്ജീവിപ്പിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ദേവൻ വ്യക്തമാക്കി. ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം ഏറ്റെടുക്കാനാളില്ലാത്ത തടവുകാരുടെ പുനരധിവാസത്തിന് ഹാഫ് വേ ഹോം എന്ന പേരിൽ പദ്ധതി ആലോചിക്കുന്നതായി ജയിൽ വകുപ്പ് മേധാവി S. ശ്രീജിത്ത് IPS. സാമൂഹിക നീതി വകുപ്പും പോലീസും ജയിൽ വകുപ്പും സംയുക്തമായി പദ്ധതി നടപ്പാക്കാനാണ് ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ വിലക്ക് ലംഘിച്ച് പാലയോട് ക്യാമ്പസിൽ SFI ഷീ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിലക്കിയെങ്കിലും ബലം പ്രയോഗിച്ച് തടയില്ലെന്ന് സർവകലാശാല വ്യക്തമാക്കിയിരുന്നു. 1 കോടി രൂപ വില വരുന്ന 1 കിലോ MDMAയുമായി സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ഒലവക്കോട് നിന്ന് പിടികൂടി. MDMAയ്ക്ക് പുറമെ കൊക്കെയിൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവയും പിടികൂടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിസിൻ, വേങ്ങര അസറുദ്ദീൻ, ഭാര്യ മംഗലാപുരം സ്വദേശി B. ഫാത്തിമ എന്നിവരാണ് പിടിയിലായത്. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. കോതമംഗലം SHOയ്ക്കെതിരായ ഭീഷണി കേസിൽ അർജുൻ ആംഗിയെ കോതമംഗലം കോടതി 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെരഞ്ഞെടുപ്പിന് തലേന്ന് കോതമംഗലത്തെ റിസോർട്ടിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ അർജുൻ ആംഗിയെയും കൂട്ടാളികളെയും കസ്റ്റഡിയിലെടുത്തതിനാണ് ഭീഷണി മുഴക്കിയത്. പിറവത്ത് പാഴൂർ ആറ്റുതീരം പാർക്കിന്റെ ഒരു ഭാഗം മൂവാറ്റുപുഴയാറിലേക്ക് ഇടിഞ്ഞു വീണു. പാർക്കിന്റെ 200 മീറ്റർ ഭാഗമാണ് ഇടിഞ്ഞത്. ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. അപകട സമയത്ത് ആളുകളില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പയ്യന്നൂർ കരിവള്ളൂരിൽ യുവതിയെ പിരിഞ്ഞു കഴിയുന്ന ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. കുക്കാനം സ്വദേശി പ്രജീഷയ്ക്കും കൂടെയുണ്ടായിരുന്ന അമ്മ പത്മിനിക്കും പൊള്ളലേറ്റു. വിവാഹമോചന കേസ് നൽകിയതിന് പ്രതികാരം ചെയ്ത ഭർത്താവ് സനൽകുമാറും പൊള്ളലേറ്റ് ആശുപത്രിയിലാണ്. പാവറട്ടിയിൽ മനോരോഗിയായ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. തകരൻ കോഴിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ചെറിയാന്റെ ഭാര്യ ഡോളിയാണ് മരിച്ചത്. മകൻ ബെൻഹറിനെ പാവറട്ടി പോലീസ് പിടികൂടി. കത്തികൊണ്ട് കഴുത്തറുത്ത് വെട്ടുകത്തികൊണ്ട് തലയിൽ വെട്ടിയെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിന് മദ്യലഹരിയിൽ അച്ഛനെ തലക്കടിച്ചു കൊന്ന മകൻ പിടിയിൽ. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ 64 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. 29 വയസ്സുള്ള മകൻ അഭിരാമിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിന്റെ മൃതദേഹം കണ്ടെത്തി. കൊതുമുക്ക് പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച കളിക്കാനായി കൂട്ടുകാരനൊപ്പം പോയ ബിലാലിനെ കാണാതാവുകയായിരുന്നു.
ചൊക്ലിയിലെ 17-കാരൻ ശിവസൂര്യയുടെ തിരോധാനം അന്വേഷിക്കാൻ 8 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തലശ്ശേരി ASP ഡോക്ടർ M നന്ദഗോപന്റെ മേൽനോട്ടത്തിൽ ചൊക്ലി SI R രാഗേഷിനാണ് അന്വേഷണ ചുമതല. തിരുവല്ലത്ത് തെരുവുനായുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പനത്തുറ ഭാഗത്ത് 11 പേർക്ക് കടിയേറ്റു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴ്നാട്ടിൽ ലഹരിയും കൊലപാതകവും വർദ്ധിച്ചെന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയിരിക്കെയാണ് ക്രമസമാധാന നില തകർന്നെന്നും പല അക്രമ സംഭവങ്ങൾക്കും പിന്നിൽ ലഹരി മാഫിയയാണെന്നും സ്റ്റാലിൻ ആരോപിച്ചത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിലെ ആരോപണങ്ങൾ ഗൌരവമുള്ളതാണെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് CBI സുപ്രീംകോടതിയിൽ. ആരോപണം ഗൌരവമേറിയതാണെങ്കിൽ എന്തുകൊണ്ട് CBI കേസെടുത്തില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള NTA പിഴവുകൾക്ക് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ശിക്ഷ അനുഭവിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദിജി, ഇത് ചൂഷണ യന്ത്രമാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. UGC നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെയാണ് രാഹുലിന്റെ പ്രതികരണം. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറനോട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. BJP ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഷെഹസാദ് പൂനവാല സംഘടനാ ചുമതലകളിൽ നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5 ഇന്ത്യൻ സൈനികർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. മിലിറ്ററി ക്യാമ്പിലെ 2 താൽക്കാലിക ഷെൽട്ടറുകൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയിരുന്നു. മഹാരാഷ്ട്രയിലെ അമരാവതിയിലുള്ള സർക്കാർ ആദിവാസി ആശ്രമം സ്കൂൾ ഹോസ്റ്റലിൽ പ്രേതബാധയുണ്ടെന്ന ഭീതിയിൽ 600-ലധികം വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ വിട്ടു. എന്നാൽ പ്രേതബാധയല്ലെന്നും കടുത്ത മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന മാസ് ഹിസ്റ്റീരിയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. എയർ ഇന്ത്യയിലെ 2 പൈലറ്റുമാർ കൂടി പ്രാഥമിക ഡ്രഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു. എല്ലാ പൈലറ്റുമാർക്കും നിർബന്ധിത മയക്കുമരുന്ന് പരിശോധന ഏർപ്പെടുത്തിയതോടെയാണ് പുതിയ കണ്ടെത്തൽ. സൌദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ അടുത്തിടെ ഒപ്പുവച്ച മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് പ്രാദേശിക സുരക്ഷയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കുമുള്ള വലിയ ചുവടുവയ്പ്പാണെന്ന് സ്വാഗതം ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കലിനെക്കുറിച്ച് സൂചന നൽകി 41-കാരനായ പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 2026-27 സീസൺ തന്റെ കരിയറിലെ അവസാനത്തേതായിരിക്കുമെന്നാണ് പ്രതികരണം. ഇതിനകം ക്ലബിനും രാജ്യത്തിനുമായി 1330 മത്സരങ്ങളിൽ നിന്ന് 976 ഗോളുകൾ താരം നേടിയിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.